വയനാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കാട്ടിലേക്ക് തുരത്തി വനംവകുപ്പ്. കൂടുവച്ച് പിടിക്കാനായിരുന്നു വനംവകുപ്പിന്റെ നീക്കം. കടുവയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കാനുള്ള നടപടികളിലേക്ക് കടക്കാം എന്ന് ഉത്തരവിൽ പറഞ്ഞിരുന്നു. PS അർജുൻ ചേരുന്ന വിവരങ്ങളുമായി. അർജുൻ, പറയൂ. സമയം മുമ്പ് കടുവയെ ഇവിടെ നിന്ന് തുരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തുരത്തിയ ശേഷം കടുവ വിചാരിച്ച സ്ഥലത്തേക്കല്ല, കാട്ടിലേക്കല്ല ഓടിയത്, വീണ്ടും ജനവാസ മേഖലയിലേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. നമ്മുടെ മുൻപിൽ കൂടി, അതായത് തൊട്ടടുത്തുകൂടി തന്നെയാണ് കടുവ അവിടെ നിന്നും പാസ്സായി പോയത്. അത്തരത്തിലുള്ള വിഷ്വലുകളാണ് നമ്മളുടെ കയ്യിലുള്ളത്. അത് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഇത്തരത്തിൽ വയലാണ്, വലിയ വയലാണ്, അതിനുള്ളിൽ കൂടിയാണ് കടുവ ഇപ്പോൾ ഓടിയിരിക്കുന്നത്. അത് നേരെ ഓടുന്നത് എരനല്ലൂർ ഭാഗത്തേക്കാണ്. ആ എരനല്ലൂർ ഭാഗത്തേക്കാണ് ഇപ്പോൾ കടുവ പോയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തിനാൽ തന്നെയും വലിയ ഒരു ദൗത്യമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. പക്ഷേ ഈ ദൗത്യം വേണ്ട വിധത്തിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ വേണം പറയാൻ. അതായത് പടക്കമൊക്കെ പൊട്ടിച്ച് കടുവയെ മറ്റൊരു സ്ഥലത്തേക്ക് ഓടിക്കാനുള്ള ശ്രമം നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഡ്രോൺ ഉപയോഗിച്ച് കടുവ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തുകയും തുടർന്ന് ഈ പ്രദേശത്തേക്ക് പടക്കം പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ കടുവ നേരത്തെ വിചാരിച്ച സ്ഥലത്തേക്കല്ല, തൊട്ടപ്പുറത്ത് 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് കാടാണ്, ആ കാട്ടിലേക്ക് പോകുമെന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു വനംവകുപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോയില്ല. പകരം വീണ്ടും ആ കടുവ ജനവാസ മേഖലയിലേക്ക്, അതായത് എരനല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തൊട്ടപ്പുറത്ത് തന്നെ മെയിൻ റോഡാണ്. ആ റോഡിലേക്കൊക്കെ, എരനല്ലൂർ തൊട്ടപ്പുറത്ത് മെയിൻ റോഡാണ്, ആ ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ വലിയ രീതിയിൽ വിഷമം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്, അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് തന്നെ ഈ കടുവ, അതായത് എരനല്ലൂരിൽ ചെറിയ ഒരു ഭാഗമുണ്ട്, അവിടെ കടുവ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത്തരത്തിലാണ് നാട്ടുകാരടക്കം, അതായത് അവിടെയുള്ള ഒരു നാട്ടുകാരൻ ഇവിടേക്ക് വിളിച്ചിരുന്നു, ഇവിടെയുള്ള ഒരു വ്യക്തിയുമായി സംസാരിച്ചിരുന്നു. തന്റെ വീടിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഒരു ശബ്ദം കേട്ടിരുന്നു, കടുവയുടെ ശബ്ദം കേട്ടിരുന്നു എന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ എരനല്ലൂർ ഭാഗത്ത് തന്നെ ആയിരിക്കാം കടുവ എന്നുള്ള നിഗമനത്തിലാണ് നമ്മളും ഉള്ളത്. അതുപോലെ തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ തന്നെയാണ്, എരനല്ലൂർ ഭാഗത്തേക്കാണ് കടുവ പോയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയും ഇത്തരത്തിലുള്ള ശ്രമം തുടരും. കടുവയെ ഇനിയും വീണ്ടും കാട്ടിലേക്ക്, ഉൾവനത്തിലേക്ക് കയറ്റിവിടാനുള്ള സാധ്യത ഉണ്ടാകും. അതിനുശേഷം പിന്നീട് കൂട് വെച്ച് അതിലും കടുവ കുടുങ്ങിയില്ല എങ്കിൽ മാത്രമായിരിക്കും ഇത്തരത്തിൽ മയക്കുവെടി വെക്കുക. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.